കുഴിമടിയൻ എന്ന വാക്ക് ഉണ്ടായതെങ്ങനെയെന്നറിയാമോ? അതിൻ്റെ പിന്നിലുമുണ്ട് ഒരു കഥ. ഒരു ഗ്രാമത്തിൽ മടിയന്മാരായ 3 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛനമ്മമാരുടെ കാലശേഷം അവർ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ മക്കളെ? എന്തെങ്കിലും പണി ചെയ്ത് പണമുണ്ടാക്കാതെ എങ്ങനെ ജീവിക്കും? അയൽക്കാരിയായ നാണിയമ്മൂമ്മ ഇടയ്ക്കിടെ അവരെ ഓർമ്മിപ്പിച്ചു. ആരെന്ത് പറഞ്ഞാലും അതൊന്നും കേട്ടതായി അവർ ഭാവിക്കാറില്ല. എന്തിനും ഏതിനും മടി പിടിച്ചിരിക്കുന്ന ആ യുവാക്കൾ ക്രമേണ മൂഢന്മാരും താന്തോന്നികളുമായി തീർന്നു. ദാരിദ്ര്യം അവരെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു. മുഴുപട്ടിണിയിലായ അവർക്ക് ഒരിക്കൽ നാണിയമ്മൂമ്മ ഒരു പാത്രം ചോറ് കൊടുത്തു. അത് പങ്കുവെച്ച് കഴിക്കാതെ എനിക്ക് തിന്നണം എന്ന് പരസ്പരം പറഞ്ഞ് 3 പേരും വഴക്കായി. ഒടുവിൽ അവർ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. എല്ലാവരും മിണ്ടാതിരിക്കുക. ഏറ്റവും ഒടുക്കം മിണ്ടുന്നവന് ചോറെടുത്ത് കഴിക്കാം. 3 പേരും മൗനമായി ഇരുന്നു. ആദ്യം മിണ്ടുന്നവർക്ക് ചോറ് കിട്ടില്ലല്ലോ. നിമിഷങ്ങളും നാഴികകളും കടന്നുപോയി. അങ്ങനെ ഏതാനും ദിനങ്ങൾ കടന്നുപോയി. മടിയന്മാരെ പുറത്ത് കാണാഞ്ഞിട്ട് നാണിയമ്മൂമ്മ അവരുടെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. താൻ കൊടുത്ത ചോറ് അതേപടി പാത്രത്തിലിരുന്ന് പുഴുവരിക്കുന്നു. 3 പേരും അനക്കമറ്റ് അല്പം അകലക്കിടപ്പുമുണ്ട്. നാണിയമ്മൂമ്മ 3 പേരെയും മാറി മാറി വിളിച്ചു നോക്കി. ആരും അനങ്ങിയില്ല. പാവങ്ങൾ ചത്തിരിക്കുന്നു, കഷ്ടം. നാണിയമ്മൂമ്മ ആൾക്കാരെ വിളിച്ചുകൂട്ടി. നാട്ടുകാർ ശവസംസ്കാരത്തിന് ഒരുക്കമാരംഭിച്ചു. 3 കൂടി ഒരു കുഴി മതി. കൂട്ടത്തിൽ പ്രായം ചെന്നയാൾ പറഞ്ഞ അഭിപ്രായം എല്ലാവരും ശരിവച്ചു. കുഴി ഒരുക്കിക്കഴിഞ്ഞു. ഒന്നിനു മീതെ ഒന്നായി 3 ശവങ്ങളും കുഴിയിലിറക്കി വെച്ചു. ഒടുവിൽ കുഴിയിലേക്ക് വെച്ച 3-ാമന്റെ വലതുകാൽ അല്പം ഉയർന്നാണിരുന്നത്. കുഴി മൂടുന്നയാൾ ഉയർന്നിരുന്ന ആ മുട്ടുകാലിൽ തൂമ്പ കൊണ്ട് ഒരിടി. അയ്യോ കൊന്നേ എന്ന് നിലവിളി. ഇടി കിട്ടിയവനാണ് നിലവിളിച്ചത്. തൊട്ടു താഴെ കിടന്നവൻ ഉടനെ ഇവനാ മിണ്ടിയത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കുഴിയിൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഏറ്റവും അടിയിൽ കിടന്നവൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ്, നിങ്ങൾ 2 പേരും മിണ്ടി, ചോറ് എനിക്ക് എന്നും പറഞ്ഞ് ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് പാഞ്ഞു. മടി കാരണം കുഴി വരെ എത്തുകയും അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്ത ഈ മടിയന്മാരുമായി ബന്ധപ്പെട്ടാണ് കുഴിമടിയൻ എന്ന പ്രയോഗം ഉണ്ടായതത്രേ.